നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഈസ്റ്റ് മാറാടിയിൽ നിന്ന് വീട് കുത്തി തുറന്ന് സ്വർണവും പണവും മോഷ്ടിച്ച കേസിലെ പ്രതിയെ 2ാം നാൾ പിടികൂടി മൂവാറ്റുപുഴ പോലീസ്. 50ഓളം കേസുകളിലെ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി നാടകം രമേശിനെയാണ് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. പ്രതിയെ മോഷണം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. 50ഓളം മോഷണ കേസുകളിലെ പ്രതിയാണ് പോലീസിന്റെ പിടിയിലായത്. ചിറയൻകീഴിൽ വാടകയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം മംഗലപുരം മീരാഭവനിൽ രമേശനെയാണ് മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 31 രാത്രി മൂവാറ്റുപുഴ മാറാടി ഭാഗത്ത് നാസറിന്റെ വീടിന്റെ വാതിൽ ആയുധമുപയോഗിച്ച് കുത്തിത്തുറന്ന് മേശയിലും അലമാരയിലുമുണ്ടായിരുന്ന ആഭരണങ്ങളും പണവും കവർന്ന് കടന്നു കളയുകയായിരുന്നു. തുടർന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. തുടക്കത്തിൽ യാതൊരുവിധ തെളിവുകളും ലഭിച്ചിരുന്നില്ല. 25ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചു. തുടർന്ന് നടന്ന ശാസ്ത്രീയ അന്വേഷണത്തിലാണ് പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. ഈ നാസർ ഇല്ലിക്കൽ താഴെ പള്ളിയുടെ കെട്ടിടത്തിൽ ചായക്കടയും അതുപോലെ തന്നെ പലചരക്കടയും നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് കടയടച്ച് മുകളിലേക്ക് വന്നത്. 11 മണിക്ക് വന്നു കഴിഞ്ഞാൽ രാവിലെ 5 മണിക്ക് എണീറ്റ് വീണ്ടും കട തുറക്കാനായിട്ട് പോകും. അപ്പോൾ ഉദ്ദേശം 11 മണിക്ക് വന്നിട്ട് 12 മണിയായിക്കാണ് കിടക്കുമ്പോൾ 12 മണിക്കും 5 മണിക്ക് ഇടയിലായിരിക്കും ഈ കള്ളം കയറിയിരിക്കുന്നത്. ഇത് വന്ന് ബാക്കിൽക്കുള്ളിൽ വന്ന് ബാക്കിലെ പൂട്ട് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് മകളും മരുമകനും കിടക്കുന്ന റൂമിലും കയറി. അവിടെ നിന്നാണ് ഇദ്ദേഹത്തിന് സ്വർണ്ണമെല്ലാം കിട്ടിയത്. അതിലൊരു അലമാരി ഉണ്ടായിരുന്നു. ആ അലമാരിയിൽ ഒരു ഡ്രോയിലുണ്ടായിരുന്ന ഡെപ്പിയിൽ സ്വർണ്ണം അതേപടി കൊണ്ടുപോയി. അതോടൊപ്പം തന്നെ ഈ മകനും മരുമോളും കിടക്കുന്ന റൂമിൽ കയറി. ആ റൂമിൽ കയറിയിട്ടാണ് അതിൽ നിന്നാണ് ഉദ്ദേശം ഏതാണ്ട് 20,000-ഓളം രൂപയും അതിൽ നിന്ന് കൊണ്ടുപോയി. വീണ്ടും മറ്റ് റൂമുകളിൽ കയറാൻ ശ്രമിച്ചെങ്കിൽ നടന്നിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഈ പള്ളിയിലെ CCTV ദൃശ്യത്തിൽ കാണാൻ പറ്റിയതുകൊണ്ടൊക്കെ ബഹുമാനപ്പെട്ട പോലീസിന് വളരെ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തി ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്കും സന്തോഷമുണ്ട്. രാത്രി മോഷണം നടത്തിയ ശേഷം KSRTC ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് കടന്നു കളയുകയായിരുന്നു. ടീമുകളായി തിരിഞ്ഞു നടന്ന അന്വേഷണത്തിനൊടുവിൽ വീട് വളഞ്ഞാണ് മോഷ്ടാവിനെ പിടികൂടിയത്. നേരത്തെ നാടക ട്രൂപ്പ് നടത്തിയിരുന്നതിനാലാണ് നാടകരമേശൻ എന്നറിയപ്പെടുന്നത്. മൂവാറ്റുപുഴ DYSP PM ബൈജു, ഇൻസ്പെക്ടർ ബേസിൽ തോമസ്, SIമാരായ മാഹിൻ സലിം, വിഷ്ണു രാജു, KK രാജേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ VM ജമാൽ, KK ജയൻ, KM അനസ്, സൂരജ് കുമാർ, മജു കുര്യൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ KA ഷിഹാബ്, ബിനിൽ എൽദോസ്, ഷാൻ മുഹമ്മദ്, ജിസ്മോൻ എന്നിവരുൾപ്പെട്ട സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്. പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.